പ്രൈസ് ദി ലോർഡ്. മനോഹരമായ ഒരു പ്രഭാതയാമത്തിലേക്ക് ദൈവം നമ്മെ വീണ്ടും കൊണ്ടുവന്നല്ലോ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വാഗ്ദത്തങ്ങൾക്കായി സൂക്ഷിപ്പിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചറിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. പ്രഭാത ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കട്ടെ. 68 സങ്കീർത്തനം 19 വാക്യം. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ സങ്കീർത്തനം ചമച്ചത് മറ്റാരുമല്ല, കഷ്ടത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന ദരിദ്രനായ അല്ലെങ്കിൽ രോഗിയായ ഒരു മനുഷ്യനൊന്നുമല്ല ഈ സങ്കീർത്തനം ചമച്ച് പാടിയത്. ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന ദാവീദാണ്. നമ്മുടെ ചിന്തയിൽ നോക്കിയാൽ ഈ രാജാവിന് എന്താ ഇത്ര വലിയ ഭാരം? അദ്ദേഹത്തിന് കൊട്ടാരമുണ്ട്, സിംഹാസനമുണ്ട്, ധാരാളം സമ്പത്തുണ്ട്, പൊന്നുണ്ട്, വെള്ളിയുണ്ട്, ദാസീദാസന്മാർ 100 കണക്കിനുണ്ട്. തന്നെ സൂക്ഷിക്കുവാനും തൻ്റെ ആജ്ഞകൾ അനുസരിക്കുവാനും അനേകം പടജനങ്ങളുണ്ട്, തോഴിമാരുണ്ട്, അതിനുശേഷം രാജ്യമാരുണ്ട്, അനേക പുത്രീപുത്രന്മാരുടെ സമ്പത്തും എന്ന് വേണ്ട ദേശം മുഴുവനും അവകാശമാക്കി വെച്ച് ആ ദേശത്തിന്മേൽ ന്യായപാലനം ചെയ്യുന്ന ഒരു രാജാവ് ദൈവസന്നിധിയിൽ എഴുതുന്ന ഒരു വാക്ക്, താൻ പാടിയ ഒരു പാട്ട് ദൈവസന്നിധിയിൽ തൻ്റെ ഹൃദയം പകരുകയാണ്. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്ന് പറഞ്ഞാൽ ഇന്നലെ കൊടുത്ത ഭാരമല്ല, ഇന്നൊരു പുതിയ ഭാരം. നമുക്കറിയാം, സത്യം പറഞ്ഞാൽ ഒരു ദരിദ്രനായ മനുഷ്യൻ, ഒരു സാധുവായ മനുഷ്യൻ അനുഭവിക്കുന്ന സമാധാനമൊന്നും സമ്പന്നന്മാരനുഭവിക്കുന്നില്ല. ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഇഷ്ടം പോലെ കൊട്ടാരത്തിൻ്റെ വളപ്പുകളിൽ ഒന്ന് ഉലാവിത്തി നടക്കാൻ പോലും തന്നെ കൊണ്ട് കഴിയില്ല. കാരണം സുരക്ഷ, ജീവന് അപായമാണ്. ശത്രുക്കൾ തന്നെ സൗകര്യം പോലെ കണ്ടാൽ തൻ്റെ ജീവന് അത് അപായമാകും. നമുക്കറിയാം, നമ്മുടെ ഭരണാധികാരികളൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മൾ ഒരു പക്ഷെങ്കിൽ ആവറേജ് ഒരു ദിവസം 6 മണിക്കൂർ ഉറങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ, നമ്മുടെ ദേശത്തെ ഭരിക്കുന്ന ഭരണാധികാരികൾ 2-3 മണിക്കൂർ പോലും അവർ സ്വസ്ഥമായി ഉറങ്ങുകയില്ല. സമ്പത്തില്ലാഞ്ഞിട്ടില്ല, ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല, വസ്ത്രമില്ലാഞ്ഞിട്ടല്ല, ആശുപത്രിയിൽ പോകാൻ പണമില്ലാത്തത് കൊണ്ടുമല്ല. അവർക്കുള്ളതായ ഭാരം വേറൊരു ഭാരം, ഒരു വലിയ അസമാധാനം അവരെ എപ്പോഴും വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കും. അവരുടെ ജീവൻ എപ്പോഴും ഭീഷണിയാണ്. എങ്ങോട്ട് നോക്കിയാലും അപകടം. അവരുടെ മേശകളിൽ അവർക്ക് സ്വസ്ഥതയില്ല. അടുത്ത കാലത്ത് ഒരു ധനികനായ ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു തെരുവിലിരുന്നു കൊണ്ട് ഒരു കഷ്ണം ബ്രെഡ് താൻ കടിച്ച് തിന്നുകൊണ്ടിരിക്കുന്നത് കണ്ട് തൻ്റെ അതേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫ് തന്നെ കണ്ട് ചെന്ന് ചോദിച്ചു, യജമാനൻ എന്തുകൊണ്ടാണ് ഇവിടെ ഇരുന്ന് ഈ ഭക്ഷണം കഴിക്കുന്നത്? ഇങ്ങനെ കഴിക്കുന്നത് എന്താണ്? താൻ ആ ജീവനക്കാരനെ അടുത്തിരുത്തി വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അനുഭവിക്കുന്ന സമാധാനം ഞാൻ അനുഭവിക്കുന്നില്ല. സമ്പത്തില്ലാഞ്ഞിട്ടല്ല, ബിസിനസ് മോശമായതുകൊണ്ടല്ല, അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. എൻ്റെ ജീവിതത്തിൽ സമാധാനം എനിക്ക് വളരെ അന്യമായിരിക്കുന്നു. ഭവനത്തിൽ സമാധാനമില്ല. സമാധാനമില്ലാത്ത ദേശത്തേക്ക് കർത്താവ് ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവരോട് കർത്താവ് പറയുന്നു, നിങ്ങൾ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ചെന്നാൽ അവർക്ക് വന്ദനം ചൊല്ലുവിൻ. നിങ്ങൾ വന്ദനം ചൊല്ലുമ്പോൾ അവരോട് പറയുവിൻ, നിങ്ങൾക്ക് സമാധാനം. പക്ഷെങ്കിൽ ആ സമാധാനം അവിടെ നിലനിൽക്കണമെങ്കിൽ ആ ഭവനത്തിൽ ഒരു സമാധാന പുത്രൻ എന്ന് പറഞ്ഞാൽ സമാധാനം ആഗ്രഹിക്കുന്നവൻ, സമാധാനം ഉണ്ടാക്കുവാൻ കഴിവുള്ളവൻ, അവന് മാത്രമേ ആ സമാധാനത്തെ ഹോൾഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഇല്ലായെങ്കിൽ നമ്മളോട് സമാധാനം പറയുന്നവർ അവർ പോകുമ്പോൾ, നമ്മളെ വിട്ടു പോകുമ്പോൾ ആ സമാധാനവും അവരോടുകൂടെ പോകും.
വീണ്ടും അസ്വസ്ഥത ഭവനത്തിൽ നിറയുന്നതിനിടയായിത്തീരും. പ്രിയരെ, ഒരു ധനികനായതുകൊണ്ട് നമുക്ക് സമാധാനമുണ്ടാകണമെന്നില്ല, ഭാരങ്ങൾ ഇല്ലാതാകണമെന്നില്ല. ആശുപത്രിയിൽ പോകുവാനും ചികിത്സ നടത്തുവാനും ഇഷ്ടം പോലെ പണമുള്ളതുകൊണ്ട് നമുക്ക് സൗഖ്യം ലഭിക്കണമെന്നില്ല, ഭാരമില്ലാത്തവരാകണമെന്നില്ല. എന്നാലും വേറൊരു രീതിയിലുള്ളത് ഭാരം നമ്മളെ പിന്തുടർന്നു കൊണ്ടിരിക്കും. അതിൻ്റെ അർത്ഥം സമാധാനം തരുന്നത് ദൈവമാണ്. ആ സമാധാനം ദൈവം തരുമ്പോൾ അത് പണത്തിനല്ല, സൗജന്യമായിട്ടാണ് ദൈവം കൊടുക്കുന്നത്. ആർക്കാണ് സമാധാനം കിട്ടുന്നത്? നീതിമാൻ, നീതിയോടെ ചിന്തിക്കുന്നവൻ, നീതിയായി ന്യായം വിധിക്കുന്നവൻ, നീതിയായി ദൈവസന്നിധിയിൽ നീതിയോടെ തങ്ങളുടെ ജീവിതത്തെ കാക്കുന്നവൻ. ഒരുപക്ഷെങ്കിൽ നീതിപൂർണമായ ഒരു ജീവിതം 100% ഒരു മനുഷ്യന് ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുവാൻ കഴിയില്ലായിരിക്കാം. പക്ഷെങ്കിൽ നീതിക്കായി വിശന്ന് ദാഹിക്കുന്ന ഒരു ഹൃദയം, അതാണ് കർത്താവ് പറഞ്ഞത്. നീതിക്കായി വിശന്ന് ദാഹിക്കുന്നവരുടെ ഒരു ആർത്തി എന്താണെന്നറിയാമോ? ഇന്ന് ചെയ്യാൻ കഴിയാഞ്ഞ നീതി എനിക്ക് നാളെ ചെയ്യണം. ഇന്നലെ എന്നെക്കൊണ്ട് നീതി പ്രവൃത്തികൾ ചെയ്യുവാൻ കഴിഞ്ഞില്ല, സമാധാനം ഉണ്ടാക്കുവാനും കഴിഞ്ഞില്ല. പക്ഷെങ്കിൽ ഇന്ന് എനിക്കത് സമാധാനം വേണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ഭാരം വയ്ക്കുകയാണ്. ഇന്നലെ ഞാൻ സന്തോഷമില്ലാത്തവനായി ഉറങ്ങി, പക്ഷെങ്കിൽ ഇന്നെനിക്ക് ഒരു സമാധാനമായിട്ടുള്ള ഒരു ഉറക്കം വേണം. എൻ്റെ ഭാരം ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തരുമ്പോഴേ ആ സമാധാനം നമ്മുടെ ഭവനത്തിൽ നിൽക്കുകയുള്ളൂ. സമാധാനം നമ്മുടെ ഭവനത്തിൽ പാർക്കണമെങ്കിൽ നാം സമാധാനത്തിൻ്റെ പുത്രന്മാരാകണം, സമാധാനത്തിൽ വസിക്കുന്നവരാകണം, സമാധാനമുണ്ടാക്കുന്നവരാകണം. എങ്ങനെ സമാധാനമുണ്ടാക്കുവാൻ കഴിയും? സകലത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയെന്നും ദൈവം തരുന്ന ദാനമെന്നും എണ്ണുന്ന ഒരു മനുഷ്യന് എപ്പോഴും സമാധാനമുണ്ടാകും. ഇല്ലായെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഭാരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ദൈവത്തിൻ്റെ വചനം ഈ പ്രഭാതത്തിൽ നമ്മെ ബോധിപ്പിക്കുന്ന ഒരു കാര്യം, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന് പറഞ്ഞാൽ, ഇന്നലത്തെക്കാളും വ്യത്യസ്തമായ ഒരു ഭാരം നമ്മളെ കാത്തിരിക്കുന്നു. ഇന്നലത്തെക്കാളും വ്യത്യസ്തമായ ഒരു വേദന ഇന്ന് നമ്മെ കാത്തിരിക്കുന്നുണ്ട്. ഇന്നലത്തെക്കാളും ഒരു വ്യത്യസ്തമായ ഒരു അസന്തോഷം, ഒരു അസമാധാനം, അല്ലെങ്കിൽ വേറെ മറ്റു മലതായ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഭവനത്തെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ കാത്തു നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു രാജാവിന് സമാധാനമില്ല എന്ന് പറഞ്ഞതുപോലെ ഒരുപക്ഷെങ്കിൽ നാം രാജാക്കന്മാരായിരിക്കത്തില്ല എങ്കിലും, അക്ഷരികമായ രാജാക്കന്മാരല്ല എങ്കിലും നമ്മുടെയും ജീവിതത്തിൽ സമാധാനം ഇല്ലാത്ത അനേക അനുഭവങ്ങളുണ്ട്. കാരണം നാം നമ്മുടെ ഭവനത്തിലെ രാജാവാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ രാജാവാണ്. നമ്മുടെ വീട്ടിലെ രാജാവ് നമ്മളാണ്. അപ്പോൾ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതായ അനേക ഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. മാതാപിതാക്കൾക്കുണ്ട്, കുഞ്ഞുങ്ങൾക്കുണ്ട്, അമ്മയപ്പന്മാർക്കുണ്ട്, സഹോദരങ്ങൾക്കുണ്ട്. ഓരോരുത്തർക്കും ദൈവം അവരവരുടേതായ രാജ്യത്വം നൽകിയിരിക്കുന്നു. ഈ രാജ്യത്വത്തിൻ്റെ മുൻപിൽ എപ്പോഴും ഒരു ഭാരമുണ്ട്. എന്നാൽ അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ, കർത്താവിനെ അവരുടെ കണ്ണുകൊണ്ട് കാണുന്നവരാണെങ്കിൽ, സമാധാന പ്രഭുവിനെ അവർ കാണുന്നവരാണെങ്കിൽ, അവരുടെ ഭാരം ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ടൊരു വിശ്രാമം പ്രാപിക്കുന്ന ഒരു അനുഭവം ക്രിസ്തീയ ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം ഈ പ്രഭാതത്തിൽ നമ്മെ ധരിപ്പിക്കുന്നത്. വീണ്ടും നാം ഇന്ന് കുറിവാക്യമായി വായിച്ച വേദഭാഗത്തിലേക്ക് കടന്നു വരാം. സങ്കീർത്തനം 68 അധ്യായം അതിൻ്റെ 19 വാക്യം നമുക്കെല്ലാവർക്കും സന്തോഷം നൽകുന്നതായ ഒരു വചനം, ആശ്വാസം നൽകുന്നതായ ഒരു വചനം. നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി, ദൈവത്തിന് സ്തോത്രം. അനേകർക്ക് ഈ രക്ഷ ഇല്ല എങ്കിലും ആ ദൈവത്തെ കണ്ടുമുട്ടുന്നവർക്ക് ഒരു സന്തോഷത്തോടുകൂടി, പ്രാഗൽഭ്യത്തോടുകൂടി ഒരു വാക്ക് പറയുവാൻ കഴിയും. നമ്മുടെ രക്ഷയാകുന്ന ദൈവം, അവൻ നാൾ തോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്നു. നിങ്ങൾ ആ രക്ഷ എന്ന സ്ഥാനത്ത്, രക്ഷകൻ എന്ന സ്ഥാനത്ത് നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, ദർശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഭാരങ്ങളെ അവൻ ചുമക്കും. അവൻ നിൻ്റെ അസമാധാനത്തെ അവൻ കണ്ടെത്തും. നിനക്ക് സമാധാനം അവൻ തരും. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ, ദേശത്തും ആ നടുറോഡിലും യെരുശലേമിൻ്റെ 4 കോണുകളിലും ഫലസ്തീൻ രാജ്യങ്ങളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും അന്നും ഇന്നും അസമാധാനം അനുഭവിക്കുന്ന അനേകരെ കർത്താവ് കണ്ടുകൊണ്ടാണ് അവരെ വിളിക്കുന്നത്. അവർക്ക് സമാധാനം കൊടുക്കുവാൻ ആരുമില്ല. എല്ലായിടത്തും സമാധാനം വിലയേറിയ വസ്തുവായി
ഓരോരുത്തർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. സാധുക്കൾക്ക് സമാധാനം കൊടുക്കുവാൻ ആരുമില്ല, ആശ്വാസം കൊടുക്കുവാൻ ആരുമില്ല. എങ്കിലും കർത്താവ് അവരെ വിളിക്കുന്നു, എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകി തരാം. ദൈവകരത്തിൽ കൊടുത്തുകൊണ്ട് നിൻ്റെ ദിവസങ്ങളെ കർത്താവിൻ്റെ കയ്യിൽ സമർപ്പിച്ചും കൊണ്ട് നിൻ്റെ ഭാരങ്ങളെ ദൈവത്തിൻ്റെ കരത്തിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ, ആ ദൈവത്തെ നിൻ്റെ രക്ഷകനായി നീ കാണുന്നുണ്ടെങ്കിൽ, നിൻ്റെ ഉറക്കം സമാധാനമുള്ള ഉറക്കമായിരിക്കും. ആ ദൈവത്തെ സ്തുതിക്കുവാൻ നിൻ്റെ ഹൃദയം എപ്പോഴും ഒരു ഉത്സാഹമുള്ള ഹൃദയമായി ദൈവം കാക്കുമാറാകട്ടെ. നിൻ്റെ ഭവനത്തിൽ നിന്നുള്ളതായ സകല ഭാരങ്ങൾക്കും ദൈവം നിങ്ങൾക്കൊരത്താണിയായി നിങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് സമാധാനവും ആശ്വാസവും നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.